കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഒഴിവുള്ള 31 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇന്നലെ പുറത്തു വന്നു. അതനുസരിച്ച് 17 സീറ്റുകളിൽ കോൺഗ്രസ് നയിക്കുന്ന ഐക്യമുന്നണിയും 11 സീറ്റുകളിൽ CPM നയിക്കുന്ന ഇടതുമുന്നണിയും 3 സീറ്റുകളിൽ BJPയും വിജയിച്ചു. ഇതിനു മുമ്പത്തെ സ്ഥിതി അങ്ങനെയല്ലായിരുന്നു. ഇലക്ഷന് പോകുന്നതിന് മുമ്പ് ഈ 31 സീറ്റുകളിൽ 15 എണ്ണം ഇടതുമുന്നണിക്കും 13 എണ്ണം ഐക്യമുന്നണിക്കും 3 എണ്ണം BJPക്കുമായിരുന്നു. അതായത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യമുന്നണിയുടെ സീറ്റ് വർദ്ധിക്കുകയും ഇടതുമുന്നണിയുടെ സീറ്റ് താഴോട്ട് വരികയും BJP തൽസ്ഥിതി നിലനിർത്തുകയും ചെയ്തു. ഇതിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമാണ്. സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം സമൂഹത്തിലുണ്ട്. അത് കോൺഗ്രസിന് അനുകൂലമായിട്ടാണ് പരിണമിക്കുന്നത്. കേരളത്തിൽ സ്വാധീനമുറപ്പിക്കാൻ വളരെ കൊല്ലങ്ങളായി കഠിന പരിശ്രമം നടത്തുന്ന BJP പിന്നെയും ശങ്കരൻ തെങ്ങിൽ തന്നെ എന്ന് പറയുന്ന പോലെ പഴയ നിലയിൽ തുടരുകയാണ്. ഈ BJPക്ക് എന്തുകൊണ്ടാണ് കേരളത്തിൽ വേരുറപ്പിക്കാൻ പറ്റാത്തത്? BJP കേരളത്തിൽ ജയിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപിക്ക് അത്ര നല്ല ഗംഭീര വിജയമായിരുന്നു കിട്ടിയത്. പക്ഷേ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJP കാഴ്ചവെച്ച മുന്നേറ്റം പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, അതായത് വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ്, ചേലക്കര പാലക്കാട് അസംബ്ലി ഉപതെരഞ്ഞെടുപ്പ്, ഇതിലൊന്നും ആ അതിൽ ഈ ലോക്സഭാ ഇലക്ഷനിൽ കൈവരിച്ചൊരു വേഗത നിലനിർത്താൻ പറ്റിയില്ല. എന്തായിരിക്കും അതിനുള്ള കാരണം? ഈ പ്രാഥമികമായിട്ട് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, കേരളത്തിൽ BJPക്കുള്ളിൽ ഒരു വിഭാഗം ചിന്തിക്കുന്നത്, അതായത് ഇടതുമുന്നണി സർക്കാർ തുടരട്ടെ, CPM ഒരു ഹിന്ദു പാർട്ടി, പിന്നെ അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഹിന്ദു മുഖ്യമന്ത്രി, അവരങ്ങ് തുടരട്ടെ, കോൺഗ്രസിനെയാണ് ഇല്ലാതാക്കേണ്ടത്. ഇത് അഖിലേന്ത്യാ തലത്തിൽ ഈ ചിന്താഗതിക്ക് പ്രസക്തിയുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം അഖിലേന്ത്യാ തലത്തിൽ BJPയുടെ മുഖ്യശത്രു കോൺഗ്രസ്സാണ്. എന്നാൽ കേരളത്തിൽ വരുമ്പോൾ BJPയുടെ മുഖ്യശത്രു കോൺഗ്രസ് അല്ല, BJPയുടെ മുഖ്യശത്രു CPM ആണ്. അതായത് ഭരണത്തിലിരിക്കുന്ന ഈ സർക്കാരിനെ വിമർശിക്കാതെ സർക്കാരിനെതിരെ ഒരു മൃദു സമീപനം, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയേക്കും നേരെ ഉള്ള നിശ്ചിതമായ ആക്രമണവും കേരളത്തിൽ BJPക്ക് ഗുണം ചെയ്യും എന്ന് തോന്നുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുള്ളത് പിണറായി വിജയൻ്റെ സർക്കാരാണ്. ആ സർക്കാരിനെതിരെയുള്ള വികാരം പ്രകടിപ്പിക്കുമ്പോൾ മുഖ്യ പ്രതിപക്ഷം ആരാണെന്ന് നോക്കിയാൽ അവർക്കാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത്. ഞാൻ പറയുന്നത് ശരിയല്ലേ? ഇത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലേ? എന്തായാലും നമുക്ക് നമ്മുടെ മുന്നിലുള്ള രാഷ്ട്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇതൊന്ന് വിശകലനം ചെയ്യാം. ഉൾക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ ഹരികുമാർ. ഈ അടുത്ത കാലത്തായിട്ട് CPM സംഘപരിവാർ സംഘടനകളൊക്കെ വളരെ കുറവാണ്. ഒരു 3 കൊല്ലമൊക്കെ മുമ്പ് വരെ കണ്ണൂരൊക്കെ നിരവധി ആൾക്കാരുടെ ജീവൻ CPM BJP അല്ലെങ്കിൽ CPM RSS സംഘർഷങ്ങളിൽ നഷ്ടപ്പെട്ടിരുന്നു. ഇന്ന് അങ്ങനെ സംഘർഷങ്ങളൊന്നും കേൾക്കാനില്ല. ഇരു പാർട്ടിയുടെയും പ്രവർത്തകർ തമ്മിലുള്ള ശാരീരിക സംഘടനകൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെ. കാരണം മനുഷ്യജീവൻ ഓളം വിലയുള്ള മറ്റൊന്നുമില്ല. ജീവൻ നഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇരു രാഷ്ട്രീയ നേതൃത്വത്തിനും ഈ ആവശ്യമില്ലാത്ത രാഷ്ട്രീയ സംഘടനകളുടെ നിരർഥകത ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ പരം നല്ല കാര്യമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് ആ ഒരു സ്ഥിതി നിലനിർത്താൻ വേണ്ടി BJP സർക്കാരിൻ്റെ തെറ്റുകൾക്ക് നേരെ കണ്ണടക്കുകയും പിണറായി വിജയനെതിരെയുള്ള കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണത്തെ വൈകിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ള ആരോപണങ്ങൾ സമൂഹത്തിൽ വരുന്നത് രാഷ്ട്രീയമായിട്ട് BJPക്ക് ഗുണം ചെയ്യില്ല. നേതാക്കന്മാരുടെ ജീവൻ ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കാം, പക്ഷെ വോട്ട് കോൺഗ്രസിൻ്റെ പെട്ടിയിലോട്ട് പോകും. BJPയുടെ പെട്ടി വീഴില്ല, താമരപ്പെട്ടി വീഴില്ല. ഇതൊരു പ്രശ്നമാണ്. കാരണം ഈ ജനം നോക്കുമ്പോൾ കേരളത്തിലെ പ്രതിസന്ധികൾക്ക്, കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ കാരണം
പിണറായി വിജയൻ സർക്കാരാണ്. അപ്പോൾ ജനത്തിൻ്റെ ദേഷ്യം ഇടത് സർക്കാരിനോടാണ്. ആ സർക്കാരിൻ്റെ കുഴപ്പങ്ങളെ വിളിച്ചു പറയുക, അതിനെതിരെ സമരം ചെയ്യുക, അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടോ ഗ്രൂപ്പുകളോടോ ആയിരിക്കും ജനങ്ങളുടെ ആഭിമുഖ്യം. നമ്മളങ്ങനെ ചെയ്താൽ നമുക്ക് CPM-ൻ്റെ അടി കിട്ടുമോ എന്ന് ചിന്തിച്ചാൽ, അടി കിട്ടാതിരിക്കണമെങ്കിൽ മിണ്ടാതിരിക്കുന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ അതേസമയം അടിയും വേണ്ട, വോട്ട് വേണം താനും എന്ന് പറഞ്ഞാൽ കക്ഷത്തിയിരിക്കുന്ന പോകരുത്, ഉത്തരത്തിയിരിക്കുന്നത് കിട്ടുകയും വേണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. വോട്ട് കോൺഗ്രസ്സിന്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, കേരളത്തിലെ ഭരിക്കുന്ന പാർട്ടിയാണ് കേരളത്തിൻ്റെ സമൂഹത്തിലെ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി. നമുക്കിവിടെ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ അവരോടുള്ള എതിർപ്പ്, അതിന് നമ്മൾ പ്രാമുഖ്യം കൊടുക്കുകയാണെങ്കിൽ അത് മറ്റു വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനേ പോയിരിക്കത്തുള്ളൂ. ഞാൻ പറയുന്നത് കോൺഗ്രസിനെ ഒരു ബി ടീമായിട്ട് BJP പ്രവർത്തിക്കണമെന്നൊന്നുമല്ല, അത് വേണ്ടതാണ്. പക്ഷേ ഇവിടുത്തെ മുഖ്യശത്രു ആരാണെന്ന് BJP തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിക്കുമ്പോൾ ആ മുഖ്യശത്രുവിനെതിരെ പല്ലും നഖവും ഉപയോഗിച്ച് പോരാടാൻ കഴിയണം. കയ്യും മെയ്യും മറന്ന് പോരാടണം, എങ്കിലേ പ്രതിപക്ഷമാകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെല്ലാം വിഷയങ്ങളിലാണ് ഈ സർക്കാർ വിമർശനം നേടുന്ന? കോടതി ഇപ്പോൾ ഉദാഹരണത്തിന് കേന്ദ്ര സർക്കാരിനെ നിരന്തരമായിട്ട് വിമർശിക്കുന്നു. വയനാട്ടിൽ ദുരിതാശ്വാസ ഫണ്ട് കൊടുക്കുന്നില്ല. കോടതി ആ സമീപനത്തെ യോജിച്ചില്ല. കേസിന് പോയെങ്കിലും കോടതി കേരള സർക്കാരിനോട് യോജിച്ചില്ല. ഈ വിഷയത്തിൽ പോലും BJP നേതാക്കന്മാരൊന്നും ശക്തമായിട്ട് സംസ്ഥാന സർക്കാരിനെതിരെ എന്താണ് മിണ്ടാത്തത്? അതുപോലെ തന്നെ എന്തെല്ലാം വിഷയത്തിൽ സർക്കാർ തിരിച്ചടി നേരിടുകയാണ്. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു, അതിനെതിരെ ജനവികാരം. അതുപോലെ തന്നെ കേരളത്തിൽ ക്ഷേമ പെൻഷനുകളൊക്കെ മുടങ്ങിക്കിടക്കുകയാണ് പലയിടത്തും. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ നഷ്ടത്തിലാണ്. അപ്പോൾ സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. നെൽകർഷകരുടെ സമരം സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തുണ്ട്. ഈ എല്ലാ വർഷവും കേന്ദ്ര സർക്കാർ നെല്ലിൻ്റെ പ്രൊക്യൂർമെൻറ്റ് പ്രൈസ്, അതായത് കേന്ദ്ര സർക്കാർ താങ്ങുവില വർദ്ധിപ്പിക്കാറുണ്ട്. കിലോയ്ക്ക് 1.5-2 രൂപയൊക്കെ കൂട്ടാറുണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടെ ചേർന്നാണ് ഈ നെല്ലിൻ്റെ വില കൂട്ടാനുള്ള സബ്സിഡി കൊടുക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം വർദ്ധിപ്പിക്കുമ്പോൾ കേരള സർക്കാർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഈ വില സംഭരണ വില ഒരേ രീതി തുടരുകയാണ് കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട്. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 28 രൂപയാണ് ഇപ്പോഴത്തെ. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. യഥാർത്ഥത്തിൽ കേരള സർക്കാരിൻ്റെ വിഹിതം കുറച്ചില്ലായിരുന്നെങ്കിൽ അത് 32 രൂപയായേനെ. ഇതിലൊക്കെ എന്തുകൊണ്ടാണ് BJP നേതൃത്വം പ്രതികരിക്കാത്തത്? സാധാരണ കർഷകൻ്റെയും സാധാരണ പാവപ്പെട്ടവൻ്റെയും ഒക്കെ പ്രശ്നങ്ങളിൽ BJP പ്രതികരിച്ചില്ലെങ്കിൽ, CPM-ൻ്റെ തല്ലുകൊള്ളൂ എന്ന് പേടിച്ചിട്ടാണെങ്കിൽ നല്ല കാര്യം, അത് വേണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല. അടി കൊള്ളുന്നവനെ അതിൻ്റെ വേദന അറിയും. പക്ഷേ പ്രശ്നമെന്ന് പറയുന്നത്, അങ്ങനെ പ്രതികരിക്കാതിരുന്നാൽ വോട്ട് കോൺഗ്രസിൻ്റെ പോയി വീഴും. എന്തു വേണമെന്ന് BJPക്ക് തീരുമാനിക്കാം. എന്തായാലും ഈ പല ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളിലും ഒക്കെ നടക്കുന്ന ഇലക്ഷൻ്റെ ഫലം കാണിക്കുന്നത് ഇവിടെ BJP തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുകയാണ്. വഞ്ചി തിരുനക്കര തന്നെയാണ്. സർക്കാർ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഗുണം മുഴുവൻ കോൺഗ്രസിന് നൽകുന്നു. ഇനി BJP തീരുമാനിക്കട്ടെ. എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല. അടുത്ത വിഷയമായി വീണ്ടും കാണുന്നവരെയും നമസ്കാരം.